നമസ്കാരം. ഇന്ന് ചോദ്യമുദ്രത്തിൽ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ PMA സലാമാണ്. സ്വാഗതം. താങ്ക് യു. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF പതിവില്ലാത്ത ഒരു വെല്ലുവിളി നേരിടുന്നുണ്ടോ? സാധാരണ ഈസിയായി ജയിക്കാൻ കഴിയുന്ന മണ്ഡലങ്ങളിലും കടുത്ത മത്സരമുണ്ടോ? അങ്ങനെയല്ലല്ലോ. ഞങ്ങൾക്ക് തോന്നുന്നു ഇത്തവണ കൂടുതൽ സുഖപ്രദം എന്നാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ചൊരു സാഹചര്യം കേരളത്തിലുണ്ടായിരുന്നു. അതിൽ 20-ൽ 19 UDFന് കിട്ടി. പക്ഷെ അതിനു മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ ഭംഗിയായ ഒരു സാഹചര്യമാണ്, നല്ല സാഹചര്യമാണ് UDFനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. കഴിഞ്ഞ തവണത്തെ ഒരു സാഹചര്യം, കോൺഗ്രസ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വരാൻ പോകുന്നു എന്ന പ്രതീതി, അതിനാധാരമായി അതിന് തൊട്ടു മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ 3 പ്രധാന സംസ്ഥാനങ്ങൾ രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് കോൺഗ്രസ് ജയിക്കുന്നു. രാഹുൽ ഗാന്ധി കേരളത്തിൽ നിന്ന് മത്സരിക്കുന്നു. അങ്ങനെ ഒരു യൂഫോറിയ ഉണ്ടായിരുന്നു. പക്ഷേ 2024 എടുക്കുമ്പോൾ അങ്ങനെ ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ആ തരത്തിലുള്ളൊരു അന്തരീക്ഷം ഉണ്ടോ? കേരളത്തിലുണ്ടോ? അല്ല, അങ്ങനെയുള്ളൊരു അന്തരീക്ഷം ഇല്ലെങ്കിലും കേന്ദ്രത്തിൽ ഒരു ഭരണമാറ്റം നിർബന്ധമാണ് എന്നും ആ ഭരണമാറ്റത്തിന് കോൺഗ്രസിന് നേതൃത്വം നൽകാൻ കഴിയൂ എന്നും ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഇപ്പോൾ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളിലൊക്കെ സ്വാധീനം ചെലുത്താവുന്ന നിരവധി വിഷയങ്ങളുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് 2 ആഴ്ച മുമ്പ് മാത്രമാണ് CAA വിജ്ഞാപനം ഇറങ്ങിയത്. അതിനു മുൻപ് യൂണിഫോം സിവിൽ കോഡ് സംബന്ധിച്ച് നിയമ കമ്മീഷൻ്റെ പഠനം വന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നടക്കുന്ന ഇലക്ഷനിൽ കോൺഗ്രസിന് ഇക്കാര്യത്തിലൊന്നും കൃത്യമായ നിലപാടില്ല, ഉറപ്പുള്ള നിലപാടില്ല എന്ന് LDF ക്യാമ്പയിൻ ചെയ്യുക കൂടിയാണ്. അപ്പോൾ ഇത്തവണ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ കൂടുതലായി LDFന് വോട്ട് ചെയ്യാനുള്ള സാഹചര്യമില്ലേ? സ്വാഭാവികമായും ഇടതുപക്ഷം മറ്റൊരു ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. അത് ശരിയായ ഒരു ക്യാമ്പയിനല്ല. യാഥാർത്ഥ്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ടാണ് ഇടതുപക്ഷം മറ്റൊന്നും പറയാനില്ലാത്തത് കൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ യാഥാർത്ഥ്യം മറച്ചു വെക്കുകയാണ്. മുസ്ലിം ലീഗിന് പതിവ് പോലെ 2 സീറ്റേ ഇത്തവണയും ലഭിച്ചിട്ടുള്ളൂ. ലീഗ് കൂടുതൽ സീറ്റ് ചോദിച്ചിരുന്നു. പക്ഷേ ലീഗിന് 2 സീറ്റ് എന്ന പഴയ പരമ്പരാഗത നമ്പറിൽ ഉറച്ചു നിൽക്കുകയാണ്. ആ സമയത്ത് ലീഗ് പ്രവർത്തകർക്ക് ഒരു വേദനയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറി ഇപ്പോൾ പൂർണ്ണമായും ഇലക്ഷൻ രംഗത്തേക്ക് ഇറങ്ങിയ കേരളത്തിൽ സീറ്റ് കൂടുതൽ കിട്ടണമെങ്കിൽ കേരളത്തിൽ സീറ്റിൻ്റെ എണ്ണം 20 തന്നെയല്ലേ, കൂടിയിട്ടില്ലല്ലോ. നേരത്തെ മറ്റു പാർട്ടികൾ മത്സരിച്ച സീറ്റുകൾ ഞങ്ങൾക്ക് തരണം, അതാണ് ഞങ്ങൾ കൂടുതൽ സീറ്റ് എന്ന് പറയുന്നത്. അതിന് അർഹതയുണ്ട് എന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങളും മറ്റു കാര്യങ്ങളും പരിശോധിച്ച തൽക്കാലം നമുക്ക് വിശാലമായ രാജ്യ താല്പര്യത്തെ മാനിച്ചുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ പാർട്ടിപരമായ സംഘടനാപരമായ താല്പര്യങ്ങൾ മാറ്റിവെക്കാൻ ഞങ്ങൾ തീരുമാനിച്ചതാണ്. അല്ല, അതെപ്പോഴും കോംപ്രമൈസിൻ്റെ ഭാഗമല്ല. ലീഗിന് ശക്തിയുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ദേശീയ രാഷ്ട്രീയ സാഹചര്യവും മറ്റ് പല സാഹചര്യവും പരിഗണിച്ചാൽ നിങ്ങൾക്ക് 2 സീറ്റേ തരാൻ പാടുള്ളൂ അല്ലെങ്കിൽ കഴിയുള്ളൂ എന്ന് പറഞ്ഞാൽ അതൊക്കെ. മുസ്ലിം ലീഗിന് വലിയ ശക്തിയുണ്ട്, പക്ഷേ നിങ്ങളുടെ കൊടിയെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതൊക്കെ. അങ്ങനെ കോംപ്രമൈസ് മാത്രമായിട്ട് എത്ര കാലം ലീഗ് മുന്നോട്ട് പോകും? ഒരു കോംപ്രമൈസും ഇല്ല. ഞങ്ങൾ പറഞ്ഞല്ലോ, ഇത് വേറെ ഏതെങ്കിലും പാർട്ടിക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യുന്നതല്ല. ഞങ്ങൾ രാജ്യത്തെ രക്ഷിക്കാനും ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടിയാണ് ഇത്തരം ഒരു നിലപാടുകൾ എടുക്കുന്നത്. അല്ല, ഇപ്പം നോക്കൂ, ഇപ്പം ദേശീയ തലത്തിൽ എടുത്തു കഴിഞ്ഞാൽ 50 അല്ലെങ്കിൽ 52 മുതൽ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കണക്കുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം മുസ്ലിം ജനവിഭാഗത്തിന് ലോക്സഭയിലില്ല, രാജ്യസഭയിലും ഇല്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ജനസംഖ്യാനുപാതികമായിട്ടാണെങ്കിൽ 80 MP കേരളത്തിലും ഇല്ല. ഇവിടെ 27 ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഘട്ടത്തിൽ ഇങ്ങനെ പരമാവധി കോംപ്രമൈസ്, ഞങ്ങൾ ദേശീയ താല്പര്യത്തിന് വേണ്ടി അതല്ലെങ്കിൽ കോൺഗ്രസിന്റെ താല്പര്യത്തിന് വേണ്ടി ഞങ്ങൾ കോംപ്രമൈസ് ചെയ്യുന്നു, ഞങ്ങൾക്ക് നമ്പർ കുറച്ചായാലും മതി എന്ന സമീപനം ഇതുപോലെ ലീഗ് പോലത്തെ ഒരു പാർട്ടിക്ക് എത്ര കാലം തുടരാൻ കഴിയും? ഇതാണ് എത്ര കാലം തുടരുമെന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. കാലാകാലവും ഇത് തുടരും എന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ മാറ്റം വരും, ദേശീയ രാഷ്ട്രീയത്തിൽ മാറ്റം വരും. ആ മാറ്റത്തിനനുസരിച്ച് ഞങ്ങളും മാറും. ഇപ്പോഴത്തെ സാഹചര്യം, ദേശീയ രാഷ്ട്രീയ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരം ഒരു തീരുമാനമെടുക്കേണ്ടത് അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങൾ ആ കാര്യത്തിലേക്ക് വന്നത്. ആ സാഹചര്യം എല്ലാ കാലത്തും നിലനിൽക്കില്ല. ആ സമയത്ത് നിങ്ങളുടെ അഭിപ്രായത്തിൽ മാറ്റം വരും. നോക്കൂ, ഇപ്പോൾ രാഹുൽ ഗാന്ധി നോമിനേഷൻ കൊടുക്കാൻ വന്നപ്പോൾ റോഡ് ഷോ നടത്തി. ആ റോഡ് ഷോ നടത്തിയപ്പോൾ അവിടെ വലിയ തോതിൽ മുസ്ലിം ലീഗ് പ്രവർത്തകർ നോമ്പൊക്കെ പിടിച്ച് രാവിലെ തന്നെ പൊരുവേലത്ത് രാഹുലിനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് കൊടിയെടുക്കാൻ കഴിഞ്ഞില്ല. എന്ത് കാര്യത്തിൻ്റെ ഭാഗമായിട്ടായാലും സ്വന്തം കൊടി, അത് ആത്മാഭിമാനത്തിൻ്റെ ഭാഗമല്ലേ, സ്വന്തം കൊടിയെടുത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിയാത്ത വിധത്തിലേക്ക് ലീഗ് പരിമിതപ്പെടുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ്? അത് ഇടതുപക്ഷം പറയുന്ന ഒരു ആരോപണമാണ്. അത് പലരും ഏറ്റുപിടിക്കുന്നു. അവിടെ കോൺഗ്രസും കൊടിയെടുത്തിട്ടില്ലല്ലോ. മുസ്ലിം ലീഗ് മാത്രമല്ല, കോൺഗ്രസ് കൊടിയെടുത്തില്ല. ഞാൻ പറയാമോ, ലീഗിന് വേണ്ടി കോൺഗ്രസ് അവരുടെ കൊടി മാറ്റി എന്നാരെങ്കിലും പറഞ്ഞോ? അല്ല, ലീഗും കോൺഗ്രസും കൊടിയെടുക്കാതെ അവിടെ അത് കൊടിയെടുക്കാതെ ഇടുന്നത് അത് ദുരുപയോഗപ്പെടുത്തരുത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എന്നുള്ളത് കൊണ്ടാണ്. കഴിഞ്ഞ തവണ അത് ദുരുപയോഗപ്പെടുത്തി. അത് ദുരുപയോഗപ്പെടുത്താനുള്ള ഒരു സാഹചര്യം ഇത്തവണ BJPക്ക് കൊടുക്കരുത് എന്നതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത്. അല്ല, ഇപ്പോൾ ഈ വിട്ടുവീഴ്ച, പൊതു നിലപാടെന്നൊക്കെ പറയുമ്പോൾ മുസ്ലിം ചിഹ്നങ്ങൾ ഉപയോഗിച്ചാൽ അത് ദുരുപയോഗപ്പെടും, അതുകൊണ്ട് ഞങ്ങളത് ഉപയോഗിക്കുന്നില്ല എന്ന് വരുമ്പോൾ യഥാർത്ഥത്തിൽ
വഴങ്ങിക്കൊടുക്കലാണ്. അത് യഥാർത്ഥത്തിൽ ഇസ്ലാമോഫോബിയയെ ലെജിറ്റിമൈസ് ചെയ്യലല്ലേ? മുസ്ലിം ചിഹ്നങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പാർട്ടി ചിഹ്നം ആരാ പ്രശ്നമാണ്. പറഞ്ഞത് പച്ച മുസ്ലിം ചിഹ്നമാണെന്ന്? അത് പാർട്ടി ചിഹ്നമാണ്, പാർട്ടിയുടെ കൊടിയാണ്. അല്ല, ഇപ്പൊ പച്ച എന്ന് പറഞ്ഞാൽ പച്ച ഇന്ത്യയുടെ ദേശീയ പതാകയിലുണ്ട്, കോൺഗ്രസിന്റെ പതാകയിലുണ്ട്, BJP-യുടെ പതാകയിലുണ്ട്, താങ്കൾ പറഞ്ഞതുപോലെ ജനതാദളിന്റെ പതാകയിലുണ്ട്, എല്ലായിടത്തും പച്ചയുണ്ട്. പക്ഷേ ഈ പച്ച പ്രശ്നമാവുന്നത് അത് മുസ്ലിം ലീഗിന്റെ കൊടിയാവുമ്പോഴാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ചോദിച്ചത്, അതൊക്കെ മാറ്റി വെക്കുമ്പോൾ യഥാർത്ഥത്തിൽ വഴങ്ങിക്കൊടുക്കല്ലേ? ഇതൊക്കെ പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പ്രശ്നമാണെന്ന് പറഞ്ഞാൽ ഇസ്ലാമോഫോബിയയെ ഒരു തരത്തിൽ ഇതൊക്കെ പ്രശ്നമാണല്ലോ എന്ന് കരുതിയിട്ട് ലെജിറ്റിമൈസ് ചെയ്യാണ്. ഇസ്ലാമോഫോബിയ അല്ല ഇത് പാർട്ടിയാണ്. അതിനെന്തിനാണ് ഇസ്ലാമുമായിട്ട് ബന്ധപ്പെടുത്തുന്നത്? അല്ല, മുസ്ലിം ലീഗിനെ BJP ഉത്തരേന്ത്യയിൽ വിമർശിക്കുന്നത് എങ്ങനെയാണ്? പാർട്ടി ആയതുകൊണ്ടാണോ? ആണ്. പാർട്ടി ആയതുകൊണ്ടല്ല, ഇതൊരു മുസ്ലിം പാർട്ടിയാണ്. ഈ പാർട്ടി കോൺഗ്രസിനെ പാർട്ടി ആയതുകൊണ്ടാണ്, ന്യൂനപക്ഷമാണെങ്കിലും ഒക്കെ പാർട്ടി ആയതുകൊണ്ടാണ്, അവരെ എതിർക്കുന്നത് കൊണ്ടാണ്, അവരുടെ ന്യായ നിലപാടുകൾ തെറ്റാണെന്ന്. ലീഗിനെ BJP എതിർക്കുന്നത് നിങ്ങളുടെ മുസ്ലിം ഐഡന്റിറ്റി കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ പാർട്ടിയെ എതിർക്കണ്ടേ? അവർ തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് ആണല്ലോ. അത് ആണല്ലോ. OIC-യെ സംബന്ധിച്ച് OIC പലയിടത്തും വോട്ട് സ്പ്ലിറ്റ് ചെയ്ത് BJP-ക്ക് ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നതുകൊണ്ട് ഞങ്ങളത് ചെയ്യുന്നില്ല. ഞങ്ങൾ പരമാവധി പാർട്ടി താല്പര്യങ്ങൾ മാറ്റിവെച്ചിട്ടാണെങ്കിലും രാജ്യത്തെ രക്ഷിക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയുള്ള നിലപാടുകളാണ് ഞങ്ങൾ എടുക്കൽ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട കാര്യം, പല ഘടകങ്ങളുണ്ടായി. ഒരു പ്രധാനപ്പെട്ട UDF-നെ ജയിപ്പിച്ച ഘടകം എന്ന് പറയുന്നത് മുസ്ലിം ന്യൂനപക്ഷങ്ങൾ വലിയ തോതിൽ UDF-ന് വോട്ട് ചെയ്തു. കോൺഗ്രസ് ദേശീയ തലത്തിൽ ദുർബലമാകാതിരിക്കണം, BJP-ക്ക് ഒരു ബദൽ വേണം തുടങ്ങിയ ആഗ്രഹത്തിലാണ് അങ്ങനെ ഒരു വോട്ടിംഗ് നടന്നത്. അത് ഗുണകരമായി ഭവിക്കുകയും ചെയ്തു. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് ആ തോതിൽ ഉണ്ടായില്ല. അതിൻ്റെ ഒരു നേരെ മറിച്ചുള്ള പ്രതിഭാസം ഉണ്ടായി. ഈ മുസ്ലിം വോട്ട്, ന്യൂനപക്ഷ വോട്ട് എന്ന് പറയുന്നത് മുസ്ലിം ലീഗിനും UDF-നും അട്ടിപ്പേർ അവകാശമുള്ളതല്ല എന്ന് ഇതിനോടകം പല തെരഞ്ഞെടുപ്പുകളായി തെളിയിക്കപ്പെട്ടിട്ടില്ലേ? അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ 2021 ആവർത്തിച്ചാലോ, 2019 ആവർത്തിച്ചാലോ? അല്ല, അതിനുള്ള സാഹചര്യം സ്വാഭാവികമായും ലീഗും UDF-ഉം പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനൊരു റിവേഴ്സലും സംഭവിക്കാം. ഫിക്സഡ് ഡെപ്പോസിറ്റ് അല്ല ഇത്. സംഭവിക്കില്ല. 2019 ആവർത്തിക്കും, അതിനപ്പുറം ആവർത്തിക്കും. ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ജനങ്ങളിൽ. ഈ വോട്ട് എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് അല്ലല്ലോ. അല്ല, അതുകൊണ്ട് നിങ്ങളെങ്ങനെ 2021 പോകും നിങ്ങളെങ്ങനെ പറയുന്നത്? അല്ല, അങ്ങനെയും സാധ്യതയില്ലെന്നാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ സാധ്യത ഇപ്രാവശ്യത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പഠിച്ചാൽ 2019 കൂടുതൽ സജീവം, ഒന്ന് കുറവുണ്ടായിരുന്നു, അതുകൂടി കിട്ടും എന്നാണ് ഞങ്ങൾ ഉറച്ച വിശ്വാസം. നോക്കൂ, ഇപ്പോൾ പൊന്നാനി മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ആരാണ്? അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിക്കുന്നത് ഒരു വർഷം മുമ്പ് വരെ ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാവായിരുന്ന KS ഹംസയാണ്. അപ്പൊ മുസ്ലിം ലീഗിൽ നിന്ന് പോയി അവിടെ ജയിച്ചിട്ടുള്ള ആളുകൾ ഒരുപാടുണ്ട്. മുസ്ലിം ലീഗിൽ നിന്നും കോൺഗ്രസിൽ നിന്നും പോയ ആളുകളാണ് മലപ്പുറത്ത് CPM-ന് ഇലക്ട്രൽ വിജയങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. അതിപ്പോൾ KT ജലീലാവട്ടെ, അബ്ദുറഹ്മാൻ ആവട്ടെ, PV അൻവർ ആവട്ടെ, ഇതൊക്കെ UDF മുന്നണിയുടെ ഭാഗമായി നിന്ന് പുറത്തു പോയി CPM-ൽ പോയി അവരുടെ ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ചിട്ടുള്ള ആളുകളാണ്. ജലീൽ ചിഹ്നത്തിൽ മത്സരിച്ചിട്ടില്ല, ബാക്കിയുള്ള അത് നിങ്ങൾ ചോദിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ച ചോദ്യം അത്. എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വന്തം പാർട്ടിക്കാരെ നിർത്താതെ മറ്റു പാർട്ടികളിൽ നിന്ന് ഭിക്ഷാന്തേഹികളായി വരുന്ന ആളുകളെ അവർ സൂട്ട് കേസുമായി വരുമ്പോൾ അവരെ സ്ഥാനാർത്ഥികളാക്കുന്നത്? ജയിപ്പിക്കാൻ വേണ്ടി. അതെ, അത് ഇടതുപക്ഷ ആശയാണോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ? അവർക്ക് വിജയാവകാശപ്പെടും. അവർ ജയിച്ചാൽ തലേന്ന് വരെ ലീഗായാലും കോൺഗ്രസ് ആയാലും ഏത് പാർട്ടിക്കാരായി നിന്ന ആളുകളെ കൊണ്ടുവന്ന് മലപ്പുറം ജില്ലയിൽ തെരഞ്ഞെടുപ്പ് നിയമസഭയായാലും പാർലമെന്റ് ആയാലും നിർത്തുന്നത് രാഷ്ട്രീയമായ അപജയല്ലേ? KS ഹംസ വലിയ തോതിൽ മുസ്ലിം ലീഗിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടുകൾ ഇത്തവണ സമാഹരിക്കാൻ സാധ്യതയുണ്ടോ? അങ്ങനെ ഒരു ഭയം ലീഗിനുണ്ടോ? നമുക്ക് കാണാലോ, ജൂൺ 4-ാം തീയതി നമുക്കറിയാം. ഞങ്ങൾക്കതിൽ ഒരു ഭയവും ആശങ്കയില്ല. അവിടെ അദ്ദേഹം സ്ഥാനാർത്ഥി ആയതോടുകൂടി ഞങ്ങളുടെ പണി പകുതിയിലധികം കുറഞ്ഞിട്ടുണ്ട്. നോക്കൂ, അദ്ദേഹം നോമിനേഷൻ കൊടുക്കാൻ പോയത് പാണക്കാട് ഹൈദരലി തങ്ങളുടെ ഖബറിൽ പ്രാർത്ഥിച്ച് അവിടെ നിന്നാണ്. അപ്പൊ ആ നിലയ്ക്കാണ് ആ വിഷയത്തെ കാണുന്നത്. ഇപ്പൊ ലീഗിന് വോട്ട് ചെയ്യുന്നവരും, കോണിക്ക് ഇത്ര കാലം വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ വോട്ട് ചെയ്യുമെന്ന ആത്മവിശ്വാസം അവർക്കുണ്ട്. അവർക്കുണ്ടായിക്കോട്ടെ, അവരെ വിശ്വാസം അവരെ രക്ഷിക്കട്ടെ. നമുക്ക് ജൂൺ 4-ാം തീയതി വരെ വെയിറ്റ് ചെയ്തൂടെ? എത്രത്തോളം ഗുണമുണ്ടായിട്ടുണ്ട് എന്നുള്ളത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ വരെ മാറി ചിന്തിക്കാനും മാറി വോട്ട് ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട്. അല്ല, ഇവിടെ രാഷ്ട്രീയ ഉപശാലകൾ കേൾക്കുന്ന ഒരു വർത്തമാനം, KS ഹംസ LDF-ന്റെ മാത്രം സ്ഥാനാർത്ഥിയല്ല, അദ്ദേഹം സമസ്തയുടെ കൂടി സ്ഥാനാർത്ഥിയാണ്. സമസ്തയുടെ ഈ നിലപാട് മലബാറിലെ 6 മണ്ഡലങ്ങളിൽ അതിനിർണായകമായ പ്രതിഫലനം ഉണ്ടാക്കും എന്നുള്ളതാണ്. ഇപ്പോൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ഒരു വലിയ തിരിച്ചടി സമസ്ത വഴി കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ടോ? സമസ്ത ഒരു രാഷ്ട്രീയ പാർട്ടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. രാഷ്ട്രീയ പാർട്ടിയല്ല, സാമുദായിക സംഘടനയാണ്. ഇത് ഇവിടെ ഉണ്ടായിരുന്നല്ലോ, സമസ്ത നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അന്ന് മുസ്ലിം ലീഗുമായിട്ട് വളരെ അടുപ്പമുള്ള ഇപ്പോഴും ആ അടുപ്പത്തിന് യാതൊരു കോട്ടുമില്ലല്ലോ. ഒരു അടിയൊഴുക്കുകളുണ്ട്. എനിക്കറിഞ്ഞൂടാ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗും UDF-ഉം കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷത്തിന് വിജയിക്കുന്ന സാഹചര്യമുണ്ട്.
നിങ്ങൾ എവിടെ നിന്നാണ് ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ പറയുന്നതുമായി യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ല. സമസ്തയും മുസ്ലിം ലീഗും തമ്മിൽ യാതൊരു തർക്കവുമില്ല, ഏറ്റുമുട്ടലുമില്ല. കഴിഞ്ഞ കാലത്ത് എത്രത്തോളം ലോഹ്യത്തിലും സ്നേഹത്തിലും പോയിരുന്നോ അതുപോലെ ഇപ്പോഴും പോകുന്നുണ്ട്. സമസ്ത മാത്രമല്ല മറ്റു മതസംഘടനകളും. സമസ്തയെ അനാവശ്യമായിട്ട് ലീഗ് പിണക്കിയിട്ടുണ്ട്. നമ്മൾ ഈ അടുത്ത് ഒരുപാട് വിഷയങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് ഓരോന്നിലേക്കും പോകുന്നില്ല. അനാവശ്യമായ ചില പിണക്കങ്ങൾ ഉണ്ടാക്കിയത് തെറ്റായി പോയെന്ന് ഇപ്പോൾ ലീഗിന് തോന്നുന്നുണ്ടോ? പിണക്കങ്ങൾ ഉണ്ടായിട്ടില്ലല്ലോ, പിന്നെന്താ തെറ്റിന്റെ പ്രസക്തിയാണ് വരുന്നത്? ഒരു പിണക്കം ഉണ്ടായിട്ടില്ല. ഇപ്പോഴും മുസ്ലിം ലീഗിന്റെ നേതൃത്വവും സമസ്തയുടെ നേതൃത്വവും ഒക്കെ ഒന്നാണ്. ഇപ്പോൾ ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കാണോ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കാണോ മുസ്ലിം സമുദായത്തിൽ കൂടുതൽ സ്വാധീനം എന്നൊരു ടെസ്റ്റ് വന്നാലോ? ഈ അങ്ങനെ ഒരു ടെസ്റ്റിന്റെ ആവശ്യമില്ലല്ലോ. മുസ്ലിം സമുദായത്തിൽ ആർക്കാണ് കൂടുതൽ സ്വാധീനം എന്ന ടെസ്റ്റിന്റെ ആവശ്യം? അങ്ങനെ ഒരു ടെസ്റ്റിന്റെ ക്രിസ്ത്യൻ സമുദായത്തിൽ നടത്തുന്നുണ്ടാ? അല്ല, ഹൈന്ദവ സമുദായത്തിൽ നടത്തുന്നുണ്ടാ? അങ്ങനെ ഒരു ടെസ്റ്റ് നിങ്ങളെ ചാനലുകളിൽ ആർക്കാണ് സ്വാധീനം കൂടുതൽ സ്വാധീനം നടത്തുന്നുണ്ടാ? പിന്നെ എന്തിനാ ഞങ്ങൾ മാത്രമേ നടത്തുന്നത്? അല്ല, അങ്ങനത്തെ ഒരു ടെസ്റ്റിലേക്ക് ലീഗ് നയിച്ചില്ലേ? ചില വിവാദ വിഷയങ്ങൾ നിങ്ങൾ നയിച്ചു, ലീഗ് നയിച്ചു. മാധ്യമങ്ങൾ അനാവശ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു. മാധ്യമങ്ങളുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾ, നിക്ഷിപ്ത താല്പര്യമാണ് പല വിഷയങ്ങളും. തീർച്ചയായിട്ടും ഈ സമീപകാലത്ത് നടന്നിട്ടുള്ള പല വിഷയങ്ങൾ, ഏറ്റവും ഒടുവിൽ പട്ടിക്കാട് ജാമിയ നൂരിയയിലെ ബിരുദദാന ചടങ്ങിലേക്ക് ചില നേതാക്കളെ മനഃപൂർവ്വം ക്ഷണിക്കാത്തത് തൊട്ട് പ്രമുഖ സ്ഥാനം കൊടുത്തത് ബഹുമാനപ്പെട്ട മുത്തു ജിഫ്രി തങ്ങൾക്കല്ലേ? പിന്നെ ക്ഷണിച്ചില്ല നിങ്ങൾ എങ്ങനെ പറയാ? മുത്തുക്കോയ ജിഫ്രി തങ്ങളായിരുന്നു അവിടുത്തെ മുഖ്യാതിഥി. എല്ലാവരെയും കൂടി ഒരു യോഗത്തിന് വിളിക്കാൻ പറ്റുമോ? ഒരു സമസ്ത ഒരു സംഘടനയിൽ ഏത് സംഘടനയായാലും ഇപ്പോൾ മുജാഹിദ് സമ്മേളനം നടത്തി എല്ലാ മുജാഹിദ് നേതാക്കന്മാരെയും അങ്ങോട്ട് പാടവണ്ണ ഞങ്ങളെ തിരുവനങ്കാടി എത്തിക്കാനാണ്. ഇവിടെയൊക്കെ മുജാഹിദ് സമ്മേളനം നടക്കും. എല്ലാ മുജാഹിദ് നേതാക്കളെയും വിളിക്കാൻ പറ്റുമോ? പ്രധാനപ്പെട്ടവർ ജിഫ്രി തങ്ങൾ വിളിച്ചു, അദ്ദേഹം വന്നു, പ്രമുഖ സ്ഥാനം കൊടുത്തു. പിന്നെ എന്താ? ഇപ്പൊ നോക്കൂ, ഇപ്പോൾ താങ്കൾ നടത്തിയിട്ടുള്ള ഒരു വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി വിളിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ ജിഫ്രി തങ്ങളെ മുഖ്യമന്ത്രി വിളിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശമൊക്കെ വലിയ ഉണ്ടായി. ഞാനെന്താ പറഞ്ഞത്? ഞാനെന്താ പറഞ്ഞത്? മുഖ്യമന്ത്രി ജിഫ്രി തങ്ങളെ വിളിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞോ? അപ്പൊ ചില ആളുകൾ മുഖ്യമന്ത്രിയുടെ കോള് വന്നു കഴിഞ്ഞാൽ പിന്നെ കോംപ്രമൈസിലേക്ക് പോകുന്ന പറഞ്ഞത് ആരെ കുറിച്ചാണ്? അങ്ങനെ പോകുന്നവരെ കുറിച്ച് ജിഫ്രി തങ്ങളല്ല. അല്ല, ജിഫ്രി തങ്ങളാണ്. ആരാ പറഞ്ഞത്? ജിഫ്രി തങ്ങളെ മുഖ്യമന്ത്രി വിളിക്കാറില്ലേ? അതെനിക്ക് അറിഞ്ഞൂടാ. എന്നോട് പറഞ്ഞിട്ടല്ല മുഖ്യമന്ത്രി ജിഫ്രി തങ്ങളെയും പറഞ്ഞത്. അങ്ങനെ വിളിച്ചാൽ സ്വഭാവം മാറുന്ന ആളുകളെ കുറിച്ച് അതാരായിരുന്നാലും. അപ്പൊ മുഖ്യമന്ത്രി വിളിച്ചാൽ സ്വഭാവം മാറുന്ന ആള് ജിഫ്രി തങ്ങളല്ല. അല്ല, അപ്പൊ ആരാത്? അതിന്റെ ഞാൻ പറയുന്നത് അത് കേട്ടവർക്ക് മനസ്സിലായിണ്ടാവും. കേട്ടവർക്ക് മനസ്സിലായി പറഞ്ഞാൽ കേട്ടവരെല്ലാവരും അത് ജിഫ്രി കുമാരനാകാം, വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർക്കൊക്കെ ആകാം. അതല്ല, കേട്ടവരെല്ലാം അത് ജിഫ്രി തങ്ങളാണെന്നാണ് വിചാരിച്ചത്. അത് അവർക്ക് തെറ്റിപ്പോയതായിരുന്നു. നിങ്ങള് എല്ലാവരും വിശ്വസിച്ചില്ല, നിങ്ങളെ പോലുള്ള ചില ആളുകൾ വിശ്വസിച്ചില്ല. അവിടെ നടത്തുന്ന ക്യാമ്പയിൻ ജിഫ്രി തങ്ങളെ അപമാനിച്ചതിന് ഞങ്ങൾ പകരം വീട്ടുന്നാണ്. ആരാ പറഞ്ഞത്? നിങ്ങൾ ക്യാമ്പയിൻ നടക്കുന്നു, പുറത്തു പറയുന്നു, നേതാക്കന്മാർ പറയുന്നു, ഒരാളെ പേര് പറ. സമസ്തയിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ആരാണ് അങ്ങനെ പറഞ്ഞത്? നിങ്ങൾ ഓലപ്പാമ്പ് കയറ്റി ലീഗിനെ പഠിപ്പിക്കണ്ട. ഒരാൾ പോലും പറഞ്ഞിട്ടില്ല. സമസ്തയുടെ പ്രസിഡന്റ് മുത്തുജിഫി പട്ടിക്കാട് വിളിച്ചില്ല എന്ന് പറഞ്ഞു. സമസ്തയുടെ പ്രസിഡന്റും ജനറൽ സെക്രട്ടറി ആലിക്കുട്ടി മുസ്ലിയാരും അവിടെ ഉണ്ട്. പിന്നെ ആരെ വിളിക്കാത്തത്? അപ്പൊ ഇതൊക്കെ വ്യാജ പ്രചാരവേലയാണ് എന്ന് നിങ്ങൾ ചാനലെങ്കിലും വിശ്വസിക്കുക, അല്ലെങ്കിൽ നിങ്ങളെ വിശ്വാസ്യത തകരും. ഇപ്പോൾ സമസ്തയിലെ ഒരു വിഭാഗത്തിന് മുസ്ലിം ലീഗിനോട് വിപ്രതിപത്തിയുണ്ട്. അത് വസ്തുതയാണ്, അങ്ങ് സമ്മതിച്ചാലും ഇല്ലെങ്കിലും. അപ്പോൾ ഈ ഇലക്ഷൻ കഴിയുമ്പോൾ അത് പരിഹരിക്കപ്പെടും, അവർക്ക് അവരുടെ തിരിച്ചടി മനസ്സിലാവുമെന്നാണ്. ഞാൻ അങ്ങനെ സമസ്തയെ കുറ്റി, നമ്മൾ രാഷ്ട്രീയ പാർട്ടിയല്ലേ, സമസ്ത രാഷ്ട്രീയ പാർട്ടിയല്ല, അതൊരു മതസംഘടനയാണ്. മുജാഹിദുകൾ മതസംഘടനയാണ്, ജമാഅത്തെ ഇസ്ലാമി മതസംഘടനയാണ്, വെൽഫെയർ പാർട്ടി ഉണ്ട് അവർക്ക് രാഷ്ട്രീയ പാർട്ടിയായിട്ട്. ഈ രാഷ്ട്രീയവും മതസംഘടനകളായിട്ട് എന്തിനാണ് കൂട്ടിക്കൊടുക്കുന്നത്? ഞങ്ങളെ എതിർക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയും BJP ആണ്. അവരെ പരാജയപ്പെടുത്താനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. മതസംഘടനകളുമായി ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല, എതിർപ്പുമില്ല. ഈ മതസംഘടനകൾ CPM-മായി വല്ലാതെ അടുക്കുന്ന ഒരു ഘട്ടം കൂടിയില്ലേ? നോക്കൂ, ഇപ്പോൾ കഴിഞ്ഞ പൗരത്വ സമര സമയത്താണ് മുഖ്യമന്ത്രിയെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഒരു പൊതു ചടങ്ങിൽ മുക്തകണ്ഠം പ്രശംസിക്കുന്നത്. 2-3 വർഷങ്ങൾക്ക് മുമ്പ് താങ്കൾ കേട്ടിട്ടുള്ളതാണല്ലോ. ഈ CPM-ന്റെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ പരിപാടിയിലാണ് ഈ പരിപാടി നടന്നു. ഈ CPM-ന്റെ പരിപാടി നടക്കുമ്പോൾ ആ വേദിയിൽ വെച്ച് ഉമർ ഫൈസി മുക്കം നിസ്കരിക്കുന്നത്. മുമ്പ് എന്ന് പറഞ്ഞാൽ പണ്ഡിതർക്ക്, വലിയ ഈ മുസ്ലിം പണ്ഡിതർക്ക് കമ്മ്യൂണിസം എന്ന് പറയുന്നത് വലിയ പ്രശ്നമായിരുന്നെങ്കിൽ ഇപ്പോൾ അതല്ല, വളരെ ഇഴയടുപ്പമുള്ളതാണെന്നുള്ളൊരു സന്ദേശമല്ലേ അത് കൊടുക്കുന്നത്? അല്ലല്ലോ, മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്നതാണ് കമ്മ്യൂണിസത്തിൻ്റെ സിദ്ധാന്തം. ഒരു മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തകൻ ക്ഷേത്രങ്ങളിൽ പോകരുത്, ആരാധനാകർമ്മങ്ങളിൽ നടത്തരുത് എന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം എല്ലാവരും ഇതൊക്കെ പറഞ്ഞു, അത് വേറെ കാര്യം. ഇതല്ലേ കമ്മ്യൂണിസം?
അതിന് ഇതുപോലുള്ള CAA NRC അതുപോലുള്ള കാര്യങ്ങളിൽ സഹകരിക്കുന്നത് എന്തപ്പോൾ ബഹുമാനപ്പെട്ട മുത്തുക്കോയ ജിഫ്രി തങ്ങൾ കോൺഗ്രസ് കോഴിക്കോട് സംഘടിപ്പിച്ച സമ്മേളനത്തിൽ വെച്ച് കോൺഗ്രസിനെ പുകഴ്ത്തി എത്രമാത്രം. ഈ പണ്ഡിത സഭയ്ക്ക് അല്ലെങ്കിൽ പണ്ഡിതർക്കൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ എന്നുള്ളത് തൊട്ടുകൂടാത്തവരാണ് എന്ന ഒരു നില ഉണ്ടായിരുന്നെങ്കിൽ അത് ഈ സമീപകാലത്ത് മാറുന്നു. മുഖ്യമന്ത്രി ജിഫ്രി തങ്ങളെ വിളിക്കുന്നു. മാർക്സിസ്റ്റ് പാർട്ടി ചേർന്നിട്ടില്ല. മാർക്സിസ്റ്റ് പാർട്ടി ചിലപ്പോൾ ലീഗിൽ ചേർന്നിട്ടുണ്ടോ? പണ്ഡിതർ എന്തിനാണ് പാർട്ടി ചേർന്നത്? ഇഷ്ടം പോലെ പണ്ഡിതന്മാരുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ വേദിയിൽ ചെങ്കൊടിയുടെ തണലിൽ ഉസ്താദുമാർക്ക് നിസ്കരിക്കാൻ കഴിയുന്ന ഒരു കാലത്തിലേക്ക് മലബാർ പ്രവേശിച്ചു. ചെങ്കൊടിയുടെ തണലിലല്ല, അവിടെ ഒരു പൊതു സെമിനാറാണ് നടത്തിയത്. അതിലാ സ്റ്റേജിൽ നിസ്കരിക്കുമ്പോൾ അതിന്റെ ബാക്കിലൊക്കെ ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടായിരുന്നു. പക്ഷേ ആ നിസ്കാരം മാർക്സിസ്റ്റ് പാർട്ടിക്കാരൻ തടയുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? അതാ പറഞ്ഞത്. അവർ മാറ്റമുണ്ടായി. ആരാധനാകർമ്മങ്ങൾ പോകാൻ പാടില്ല, സഖാക്കൾ ക്ഷേത്രങ്ങളിൽ പോകാൻ പാടില്ല, പള്ളികളിൽ പോകാൻ പാടില്ല, മതസംഘടനകളുമായി ബന്ധപ്പെടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞൊരു പാർട്ടി ഈ നിലവാരത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. അപ്പൊ അതാണ് ഞാൻ പറയുന്നത്, ആ നിലയ്ക്കുള്ള ഒരു മാറ്റം. ഇപ്പൊ CPM-ന്റെ ചടങ്ങിൽ ഉസ്താദുമാർ നിസ്കരിക്കുന്ന ഒരു സമീപകാലത്ത് ഉസ്താദ് മാറില്ല, ഒറ്റ ഉസ്താദ് ഒരു പ്രധാനപ്പെട്ട ഉസ്താദാണല്ലോ നിസ്കരിക്കുന്ന ഒരു കാലത്ത് ഇനിയിപ്പോ വോട്ടിംഗ് മെഷീനിൽ അരിവാൾ ചുറ്റികയ്ക്ക് കുത്താൻ മാത്രം ഒരു പ്രയാസം ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ. അത് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ജൂൺ 4 നോക്കാം. ഭിന്നശേഷി സംവരണം വരുമ്പോൾ സാമുദായിക സംവരണം കുറയുന്ന ഒരു പ്രശ്നം ചൂണ്ടിക്കാണിച്ചല്ലോ. സാമുദായിക സംവരണം മുസ്ലിങ്ങളുടെ അതെ, മുസ്ലിം ടേൺ കുറയുന്ന പ്രശ്നം വന്നല്ലോ. ഈ ഒരു പ്രശ്നം വന്നു. ഈ പ്രശ്നം വന്നപ്പോൾ ആരാരുമായിട്ടാണ് ചർച്ച നടത്തുന്നത്? മുഖ്യമന്ത്രിയുടെ പരിപാടി വരികയാണ്. അവിടെ കോഴിക്കോട് വെച്ചിട്ട് മുസ്ലിം സാമുദായിക നേതൃത്വം മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തുന്നു. മുഖ്യമന്ത്രി അവർക്ക് ഉറപ്പ് കൊടുക്കുന്നു. ലീഗ് അവിടെ നിന്ന് പുറത്താണ്. ആരാ പറഞ്ഞത്? നിങ്ങൾക്ക് എവിടെ വിവരം കിട്ടി? പത്രം വായിക്കാറില്ലേ? നിങ്ങളുടെ ചാനലെങ്കിലും നോക്കണ്ടേ? ലീഗ് ഉണ്ടായിരുന്നു. നിങ്ങളുടെ ചാനലെങ്കിലും നിങ്ങൾ നോക്കണ്ടേ? ആ ചർച്ചയിൽ ലീഗ് ഉണ്ടായിരുന്നോ? അവരെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചർച്ചയിൽ ഞങ്ങൾ പോകും. ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുത്തില്ലേ? മുഖ്യമന്ത്രിയെ പോയി കണ്ടില്ലേ? അസംബ്ലിയിൽ പറഞ്ഞില്ലേ? ഞങ്ങൾ MLA-മാർ പറഞ്ഞില്ലേ? കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ നേതൃത്വത്തിൽ ഞങ്ങളെല്ലാം കൂടി പോയിട്ട് പറയട്ടെ, മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുത്തു. അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് നവകേരള യാത്രയിൽ ഇത് കിട്ടിയിട്ടുണ്ട്, അത് ചെയ്തോ ചെയ്യുമെന്ന് ആർക്കാ ഉറപ്പ് കൊടുത്തത്? ഞങ്ങൾക്ക് അല്ല, അതിനു മുമ്പ് ആർക്കാണെങ്കിലും നിങ്ങൾ ഈ എങ്ങനെ നിയമം നടപ്പാക്കിയ ശേഷം ഇവർ കോഴിക്കോട് വെച്ചിട്ടല്ല, തെക്കൻ ജില്ലകളിൽ മുഴുവൻ ദക്ഷിണ കേരള മുസ്ലിം ജമാഅത്ത് കൊടുത്തിട്ടുണ്ട്, എല്ലാ മുസ്ലിം സംഘടനകളും കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അവർ ചെയ്യാതെ മുഖ്യമന്ത്രിയോട് പറഞ്ഞു. പിന്നെയും ഒരു മാസം കാത്തിരുന്നു, ചെയ്യാൻ നോക്കി, ചെയ്തില്ല. എന്നിട്ട് ഞങ്ങൾ പോയി കൊടുത്തു, നിയമസഭയിൽ പറഞ്ഞു. ഞങ്ങളുടെ ഉന്നത നേതാക്കന്മാർ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയെ പോയി കണ്ടു പറഞ്ഞതാ. അത് മുഴുവൻ നിങ്ങൾ മറ്റേക്ക് കൊടുത്തിട്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളെ ചാനലിൽ വായിക്കണം, കാണണം. മുസ്ലിം ലീഗ് പരാതി കൊടുത്തിട്ടുണ്ട്, നിവേദനം കൊടുത്തിട്ടുണ്ടെന്നല്ല പറയുന്നത്. ഞാൻ പറയുന്നത് ഒരു പ്രശ്നം വന്നാൽ സമസ്ത മുഖ്യമന്ത്രിയുമായി സംസാരിക്കുന്നു, അവർ തമ്മിൽ അക്കാര്യത്തിൽ തീരുമാനമാവുന്നു, നിങ്ങൾ ഔട്ടാണെന്നുള്ളതാണ് ഞാൻ പറഞ്ഞ പോയിന്റ്. അതെങ്ങനെ സംസാരിച്ചാൽ ഞങ്ങൾ ഔട്ടാവൂ? അവരെ നവകേരള സദസ്സിൽ ഞങ്ങൾ പോണോ? അല്ല, അവർ നവകേരള സദസ്സിൽ നിങ്ങൾ പോയില്ല. പക്ഷെ സമസ്തയുടെ നേതാക്കളും മുഖ്യമന്ത്രിയും ഈ വിഷയം സംസാരിക്കുകയും അങ്ങനെ ഒരു അനീതി ഉണ്ടാവില്ല എന്ന് സമസ്തയുടെ നേതാക്കൾക്ക് മുഖ്യമന്ത്രി ഉറപ്പ് കൊടുക്കുകയും ചെയ്തല്ലോ. കിട്ടിയോ? കൊടുത്തല്ലോ. അതിന്റെ സാങ്കേതികത്വം നടക്കാൻ പോകുന്നത് സാങ്കേതികത്വം ഞങ്ങൾ അതാ പറയുന്നത്. ചെയ്ത വാഗ്ദാനങ്ങളൊക്കെ നടപ്പാക്കാതെ ഈ സമസ്തയെയും മറ്റു മതസംഘടനകളെയും, പ്രത്യേകിച്ച് തെക്കൻ ജില്ലകളിലെ ദക്ഷിണ കേരള പോലുള്ള തെക്കൻ ജില്ലയിൽ ഒറ്റ മതസംഘടനയുള്ളൂ ദക്ഷിണ കേരള, അവരടക്കമുള്ള മുഴുവൻ ആളുകൾക്കും കൊടുത്ത ഉറപ്പ്, മുസ്ലിം ലീഗിന് കൊടുത്ത ഉറപ്പ്, നിയമസഭയിൽ ഞങ്ങളെ MLA-മാർ, മുസ്ലിം ലീഗിൻ്റെ മാത്രം MLA-മാർ പറഞ്ഞിട്ട് അവർക്ക് തന്ന ഉറപ്പ് പാലിച്ചോ? ഇപ്പൊ നോക്കൂ, വഖഫ് ബോർഡ് വിഷയത്തിൽ എന്താ സംഭവിച്ചത്? വഖഫ് ബോർഡ് വിഷയത്തിൽ PSC നിയമനവുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം ഉണ്ടായിരുന്നു. ലീഗ് സമരം നടത്തി, ലീഗ് കടപ്പുറത്ത് വലിയ സമ്മേളനം നടത്തി, പ്രതിഷേധം ഉയർത്തി. ഇതൊക്കെ ശരി. ആ വിഷയം എങ്ങനെയാണ് സോൾവ് ചെയ്തത്? അത് സമസ്തയും മുഖ്യമന്ത്രിയും സംസാരിക്കുന്നു, സോൾവ് ചെയ്യുന്നു. നിങ്ങൾ സമരം നടത്തിയിട്ടുണ്ടാവും, പ്രതിഷേധം നടത്തിയിട്ടുണ്ടാവും, പ്രസ്താവന ഇറക്കിയിട്ടുണ്ടാവും. പക്ഷേ മുസ്ലിം സമുദായത്തിൽ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് സമസ്ത മുഖ്യമന്ത്രിയുമായി സംസാരിച്ച് തീർക്കുമെന്ന നില വന്നാൽ നിങ്ങൾ ഔട്ടാണെന്നാണ് ഞാൻ പറഞ്ഞത്. സന്തോഷമല്ലേ ഉള്ളൂ? ഞങ്ങൾക്ക് പ്രശ്നം പരിഹരിച്ചാൽ മതി. ഞങ്ങൾക്ക് ആര് പറഞ്ഞിട്ടാണെങ്കിലും അതിന്റെ ക്രെഡിറ്റ് ഒന്നും ഏറ്റെടുക്കാൻ ഞങ്ങൾ വരുന്നില്ല. ഞാൻ പറയട്ടെ, നിങ്ങൾ മാതൃഭൂമി ചാനലല്ലേ, നിങ്ങൾ കടപ്പുറത്ത് മുസ്ലിം ലീഗിന്റെ സമ്മേളനം കണ്ടിട്ടുണ്ടോ? സംബന്ധിച്ച് എന്നിട്ട് ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. എങ്ങനെ നിങ്ങൾക്ക് തലയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ കഴിയുമോ? പറയാൻ കഴിയുമോ? ബോധപൂർവ്വം പ്രകോപനം ഉണ്ടാക്കാൻ ചോദിച്ചാൽ ഞാൻ പ്രകോപനം ഉണ്ടാവും, കുഴപ്പമില്ല. പക്ഷെ നിങ്ങളെ തലച്ചോറ് മാറ്റി വെച്ചിട്ട് ഇവിടെ ഒന്നും സംസാരിക്കരുത്. മുഴുവൻ സംസാരം ചെയ്യണം. നിങ്ങൾ എഡിറ്റ് ചെയ്യരുത്.
ഞാൻ പറയട്ടെ, മുഴുവൻ സംപ്രേഷണം ചെയ്യണം. മുസ്ലിം ലീഗ് സമ്മേളനം ഇല്ലെങ്കിൽ ഞാനേ പിടിക്കുന്നുണ്ട്, ഞാൻ ചെയ്യും. ശരി, മുസ്ലിം ലീഗ് സമ്മേളനം നടത്തിയെന്നാണല്ലോ ഞാൻ പറഞ്ഞത്. അല്ല, മുസ്ലിം ലീഗ് സമ്മേളനം നടത്തി, ഞങ്ങളായിക്കോട്ടെ, വലിയ സമ്മേളനം നടത്തി. നിങ്ങള് ഇതുവരെ ഒരു കാര്യം തർക്കമില്ല. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞങ്ങള് ഇത് നടന്നു കിട്ടിയാൽ മതി. ക്രെഡിറ്റ് ആർക്കെങ്കിലും പോയിക്കോട്ടെ, ആര് ചോദിച്ചിട്ടായിക്കോട്ടെ, ആര് ചെയ്തിട്ടാണെങ്കിലും ആയിക്കോട്ടെ, നീതി നടപ്പാക്കണം. മുഖ്യമന്ത്രി നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കണം. അതേ ഞങ്ങൾ പറയുന്നുള്ളൂ. അല്ല, എന്റെ പോയിന്റ് മുസ്ലിം ലീഗ് ഈ കാര്യം ഏറ്റെടുത്തിട്ടില്ലെന്നോ അല്ലെങ്കിൽ സമ്മേളനം നടത്തിയിട്ടില്ലെന്നോ പ്രതിഷേധം നടത്തിയിട്ടില്ലെന്നോ ഒന്നുമല്ല. മുസ്ലിം ലീഗ് സമ്മേളനം നടത്തി, വലിയ അല്ല. നോക്കൂ, നിങ്ങൾ ഇതുവരെ പറഞ്ഞു, ഇപ്പൊ മാറ്റുകയാണെങ്കിൽ നല്ലത്. ഇതൊക്കെ നടത്തി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറുകയാണെങ്കിൽ നല്ലതാ. എന്റെ പ്രശ്നം എന്താ, ഇത് നിങ്ങൾ ഇതൊക്കെ നടത്തി, പക്ഷെ ഈ പ്രശ്നം പരിഹരിച്ചത് എങ്ങനെയാ? അത് സമസ്തയും മുഖ്യമന്ത്രിയാണ്. അതാണ് എന്റെ പോയിന്റ്. ഞങ്ങൾക്ക് വിരോധമില്ല. സമസ്ത മുഖേനയാണെങ്കിലും അത് പരിഹരിച്ചല്ലോ. അവർക്ക് ഡയറക്റ്റ് ലിങ്ക് ഉണ്ട്. അതെ, ആ ലിങ്കിലൂടെ ഈ കേസുകളൊന്നും പിൻവലിച്ചൂടെ? ആ ലിങ്കിലൂടെ അത് പിൻവലിക്കോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. 2 കൊല്ലമായിട്ടുള്ളൂ പിൻവലിക്കാതിരിക്കും. ഇപ്പൊ മുസ്ലിം ലീഗ് മഹല്ലുകളിൽ പ്രതിഷേധം നടത്താൻ തീരുമാനിക്കുന്നു, സമസ്ത ബാക്കൗട്ട് ചെയ്യുന്നു. അപ്പൊ സമസ്തയും CPM അല്ലെങ്കിൽ സമസ്തയും മുഖ്യമന്ത്രിയും തമ്മിൽ ആയിക്കോളും. അപ്പൊ നിങ്ങൾ പറഞ്ഞ സംഭവം എവിടെയാ? വെറുതെ എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ട് ആവർത്തിച്ചു. ഒരുപാട് മഹല്ലുകളിൽ ഈ വിഷയത്തിൽ പ്രതിഷേധം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പ്രതിഷേധം നടത്താൻ തീരുമാനിച്ചില്ല. പിന്നെ എന്ത് നടത്താനാ തീരുമാനം? ബോധവൽക്കരണം നടത്താനാ. എന്നിട്ടോ നടത്തി. എപ്പോഴാണ് അത് ബോധവൽക്കരണമായി മാറിയത്? ആദ്യത്തെ തീരുമാനം ഞങ്ങൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് തന്നെ അതാണ്. നിങ്ങളെ ചാനലെടുത്ത് നോക്ക്. ബഹുമാനപ്പെട്ട റഷീദ് അലി ശിഹാബ് തങ്ങളും ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വിയും അടക്കമുള്ള മുഴുവൻ മതസംഘടനാ നേതാക്കന്മാരും ഇരുന്ന് നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് വെള്ളിയാഴ്ച ബോധവൽക്കരണം മഹല്ലുകളിൽ നടത്തും, പിന്നെ പ്രതിഷേധം ഡേറ്റും വെച്ചു. അതാ പറഞ്ഞത്. അത് എടുത്തുകൊണ്ട് പള്ളികളിൽ കുഴപ്പമുണ്ടാക്കുന്നു എന്ന് നിങ്ങളെപ്പോലുള്ള ചില ചാനലുകളും പിണറായിയും ഏറ്റെടുത്ത് പറഞ്ഞു. അതാണ്ടായത്. നിങ്ങൾ ആട്ടിനെ പട്ടിയാക്കുന്ന പക്ഷെ ജനങ്ങൾക്ക് മനസ്സിലാവും. ചാനലോ പിണറായിയോ എന്ത് പറഞ്ഞാലും മഹലിൽ എന്ത് നടക്കണം എന്നുള്ളത് മഹല്ല് കമ്മിറ്റിക്കാരല്ലേ തീരുമാനിച്ചല്ലോ, നടത്തിയല്ലോ. എത്രമാത്രം ബാലുകളിൽ നടത്തി. അക്കാര്യത്തിൽ ലീഗുമായി ചേർന്ന് നിൽക്കുന്ന സമീപനം ഇക്കാലം വരെയും സമസ്ത പുലർത്തിയിരുന്നെങ്കിൽ ഇപ്പോഴതില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്നാണ് എന്റെ ചോദ്യം. എല്ലാ മഹല്ലുകളിലും ഉത്ബോധനം നടന്നിട്ടുണ്ട്. ലീഗ് ആഗ്രഹിച്ചതുപോലെ നടന്നോ? ഇല്ല, സമസ്ത പറഞ്ഞതുപോലെയാണ് നടന്നത്. ഞങ്ങളും അതേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പം പിണറായി വിജയൻ മുസ്ലിം സാമുദായിക സംഘടനകളും തമ്മിലുള്ള വളരെ അടുത്ത സൗഹൃദം, ഐക്യം വരുന്ന കാലത്തെ കേരളത്തിന്റെ രാഷ്ട്രീയത്തെ നിർണ്ണയിക്കുന്ന ഒരു ഘടകമായി മാറാൻ സാധ്യതയുണ്ടോ? അത് നമുക്ക് ആ കാലത്ത് നോക്കാം. ഇത് ആ കാലത്ത് പരിശോധിക്കാം. ഈ തെരഞ്ഞെടുപ്പിൽ UDF-ഉം മുസ്ലിം ലീഗും 100% വിജയിക്കും. ജിഫ്രി തങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ സമസ്തക്കാർ അത് കേൾക്കാതിരിക്കുമോ? തീർച്ചയായിട്ടും. അതിന്റെ പ്രസിഡന്റ് അല്ലേ അദ്ദേഹം. അപ്പോൾ ജിഫ്രി തങ്ങളുടെ അക്കാര്യത്തിലെ നിലപാട് എന്താണോ അത് തന്നെയായിരിക്കും സമസ്തയുടെ നിലപാട്. ഞാൻ ചോദിക്കട്ടെ, ജിഫ്രി തങ്ങൾ ഇടതുപക്ഷ മുന്നണിയെ വോട്ട് ചെയ്ത് അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം എന്ന് പറഞ്ഞോ? ഇല്ല. പിന്നെന്താ? എന്താ നിങ്ങൾ പറയുന്നത്? ഞാൻ അതൊന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ എന്താ നിങ്ങൾ പറയുന്നത്? ഞാൻ ചോദിച്ച ചോദ്യം എന്താണ്? നിങ്ങൾ ചോദിച്ച ചോദ്യം ജിഫ്രി തങ്ങളുടെ നിലപാട് സമസ്തയുടെ അണികൾ അംഗീകരിക്കില്ലേ? സംശയം. ജിഫ്രി തങ്ങളും സാദിഖ് അലി ശിഹാബ് തങ്ങളും അലിക്കുട്ടി മുസ്ലിയാരും അതുപോലുള്ള മുസ്ലിം സമസ്തയുടെ നേതാക്കന്മാരെടുക്കുന്ന തീരുമാനം സമസ്ത അംഗീകരിക്കും. എന്താ സംശയം? ആ കാര്യത്തിലൊന്നും യാതൊരു കൺഫ്യൂഷന്റെ ആവശ്യമില്ല. ഒരു കൺഫ്യൂഷന്റെ ആവശ്യമില്ലല്ലോ. ആരും അക്കാര്യത്തിൽ ഒരു പരിപ്പും വെക്കണ്ട. അതൊന്നും വേഗം പോകുന്നില്ല. ഒന്നും സംഭവിക്കില്ല. മുസ്ലിം ലീഗിന് യാതൊരു തരത്തിലുള്ള ആശങ്ക ഈ ഇലക്ഷനിലില്ല. ഒരു ആശങ്കയില്ല. ഏറ്റവും അനുകൂലമായ സാഹചര്യമാണ്. കേരളത്തിലെ ഈ 7 കൊല്ലത്തെ ഭരണം തന്നെ മതി ഇടതുപക്ഷം തോറ്റു തുപ്പിയിടാൻ. ശരി, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.